നമ്മുടെ വെൽഡർ പെയ്ഡ് ഗ്രൂപ്പ് റണ്ണിങ്ങിലാണ്. സോ ഓരോ ദിവസവും 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടലായിട്ട് 1500 ചോദ്യങ്ങൾ കവർ ചെയ്യും. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ 200 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ 24ാമത്തെ ദിവസത്തെ 231 മുതൽ 240 വരെയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. അപ്പം ഏറ്റവും ക്വാളിറ്റിയിലുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. പല സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിലും PSCയിലും ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സസും ഈ ക്വസ്റ്റ്യൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായി ആ ഒരു ട്രേഡ്സ്മാനുള്ള എല്ലാ ആയി എന്നുള്ളതാണ്. അപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ തന്നെ എല്ലാ സ്റ്റഡി മെറ്റീരിയലും ആവശ്യം പോലെ ക്വസ്റ്റ്യൻസും നമുക്ക് മോക്ക് ചെയ്യാനുള്ള ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലിങ്കുകളും ഒക്കെ ആ സ്റ്റഡി മെറ്റീരിയൽ PDF ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ഇതിൽ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. സോ അപ്പം ആദ്യമായിട്ട് ഈ ഒരു PDF ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെൽഡറിൻ്റെ ഡേ 24 പിന്നെ ഡേ 1 മുതൽ 23 വരെയുള്ളതിൻ്റെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലാസ്സസ് കാണാൻ പറ്റും. പിന്നെ ക്ലാസ് 16 ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് 16ന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ആ ക്ലാസ്സിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൃത്യമായിട്ട് ചെയ്യാനും പറ്റും. വളരെ ചെറിയ ഒരു ക്ലാസ് ആയിരുന്നു. ചെറിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് 2 ചോദ്യങ്ങൾ മാത്രമേ അതിനകത്തുനിന്ന് ഉള്ളൂ. 2 ചോദ്യങ്ങൾ മാത്രമേ അതിനകത്തുനിന്ന് ചോദിക്കാനുള്ളൂ. ആ 2 ചോദ്യങ്ങളും ആ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തത് 231ാമത്തെ ചോദ്യം, ഓവർ ഹെഡ് വെൽഡിംഗ് പൊസിഷൻസ് ആൾസോ നൗൺ ആസ്. അപ്പം ഇതുപോലെ തന്നെ ഫ്ലാറ്റ് ഹെഡ് പൊസിഷന്റെയും അതുപോലെ തന്നെ എന്താ പറയുക വെർട്ടിക്കലിന്റെയും ഹൊറിസോണ്ടലിന്റെയും ചോദിക്കാം. അപ്പം ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനകത്ത് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? 4G ആണ് കേട്ടോ. 4G ആണ്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രീവിയസ് ഇയർ ചോദ്യം ആയതുകൊണ്ട് എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ 232 ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതേ ആ ഒരു പേജിൽ നിന്നും രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതല്ലാതെ 2 ടൈപ്പ് അല്ലാതെ വേറെ ചോദ്യങ്ങളൊന്നും വരത്തില്ല. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് സ്റ്റാൻഡേർഡ് വെൽഡിംഗ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം സ്റ്റാൻഡേർഡ് വെൽഡിംഗ് ക്വസ്റ്റ്യൻസ് 4 എണ്ണമാണ്. എന്താണ്? ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡൗൺ ഹാർഡ് പൊസിഷൻ എന്ന് പറയുന്നത്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, പിന്നെന്താണ് പിന്നെ ഒരു വെൽഡിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 4 പൊസിഷനാണ്. ഫ്ലാറ്റ് ഒരു ഡൗൺ ഹാൻഡ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, പിന്നെ ഓവർ ഹെഡ് പൊസിഷൻ. അങ്ങനെ 4 പൊസിഷനാണുള്ളത്. ഇവിടെ ഡയഗണലാണ് ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതില്ല. ഓക്കെ. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ആ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. സാധാരണ രീതിയിൽ നമ്മൾ ക്ലാസ്സിന് ബേസ് ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. എല്ലാത്തിലും അത് ഉണ്ടാവില്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ പ്രത്യേകം, അതായത് ആ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഏത് ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണോ ആ ദിവസത്തെ ക്വസ്റ്റ്യൻ മുന്നോട്ട് പോകുന്നത് അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. അത് കാരണം ആ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അതേ പേജ് നോക്കിയാൽ കിട്ടും. അപ്പോൾ നമ്മൾ അത് തരില്ല. ഓക്കെ. വേറെ ഒന്നും കൊണ്ടും അല്ല. അപ്പം നമ്മൾ കൃത്യമായിട്ട് ആ ക്ലാസ് ഫോളോ ചെയ്യില്ല. അതുകൊണ്ടാണ്. അപ്പോൾ 8 പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഇലക്ട്രോഡ് സൈസ് റെഫർ ടു, അപ്പം ഇതിന്റെ ആൻസർ മാത്രം ഞാൻ കൊടുക്കുകയാണ്. ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് കോർ വയർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ വന്നു, അത് എവിടെയാണ്, നമ്മുടെ സിലബസ് ആണോ, ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്? അതിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതിന് എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. നോക്കിയേ, ഇലക്ട്രോഡ് സൈസ് റെഫർ ടു ദ ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് കോർ വയർ ആൻഡ് ഈച്ച് ഇലക്ട്രോഡ് ഹാസ് സർട്ടൻ കറണ്ട് റേഞ്ച്. ദ വെൽഡിംഗ് കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇലക്ട്രോഡ് സൈസ്. അതുപോലെ തന്നെയാണ് ദ ലെങ്ത് ഓഫ് ഇലക്ട്രോഡ് may depend on diameter of the core wire ranging 250 to 450 millimeter. Larger the core diameter, larger the length. സോ ആ എക്സ്പ്ലനേഷൻ അത്യാവശ്യം കാര്യങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് മനസ്സിലാവും. അടുത്ത വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രോഡ് കോട്ടിംഗ് ഈസ് എന്താണ്? ടു സ്റ്റെബിലൈസ് ദി ആർക്കാണ്. സ്റ്റെബിലൈസ് ദി ആർക്കാണ്. പിന്നെ കുറച്ച് ഫംഗ്ഷൻസ് കൂടെ ഉണ്ട് എക്സ്പ്ലനേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലക്സ് കോട്ടിങ് 2 രീതിയിലാണ്. ഇലക്ട്രോഡ് ഫ്ലക്സ് കോട്ടിങ് 2 രീതിയിലാണ്. കോർവയറിന്റെ മുകളിൽ ഏതൊക്കെയാണ്? ഡിപ്പിംഗ് മെത്തേഡും ഉണ്ട്, എക്സ്ട്രൂഷൻ മെത്തേഡും ഉണ്ട്. രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. അതെന്ത് ചെയ്യണം? നമുക്ക് ടെസ്റ്റ് നോക്കേണ്ടി വരും. പക്ഷേ അതെല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഗൂഗിൾ നോക്കിയാൽ കിട്ടും. പക്ഷേ വേണ്ട, ഇപ്പം നമ്മൾ ഈ എക്സ്പ്ലനേഷൻ മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഡിപ്പിംഗ് മെത്തേഡ് എന്താണ്, എക്സ്ട്രൂഷൻ മെത്തേഡ് എന്താണെന്നുള്ള എക്സ്പ്ലനേഷനൊക്കെ വഴിയേ നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തും. പേടിക്കേണ്ട, എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 1500 ചോദ്യങ്ങൾ മാത്രമല്ല കേട്ടോ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നതായിരിക്കും. ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു പേയ്മെന്റ് ചിലപ്പോൾ അതിനുണ്ടാവും. കാരണം ഇപ്പോൾ നമ്മൾ 200 രൂപ പേയ്മെന്റ് ഈടാക്കുന്നുള്ളൂ. മാത്രമല്ല ആദ്യം 100 രൂപ ആയിരുന്നു, പിന്നെ 150, ഇപ്പോൾ 200 ആയിട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് 1500 മേളിൽ ക്വസ്റ്റ്യൻസ് ഈടാക്കുമ്പോൾ അതൊരു PDF മറ്റോ ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ
അതിന് ചെറിയൊരു എമൗണ്ട് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു എമൗണ്ട് അതിൽ നിന്ന് വാങ്ങുന്നുണ്ടാവുള്ളൂ. അടുത്തത് ദ ഇലക്ട്രോഡ് ആർ മാനുഫാക്ചേർഡ് ഇൻ 2 സ്റ്റാൻഡേർഡ് ലെങ്ത് നേമിൽ 350 450 ഫീസിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം. സോ അതിനേക്കാളും നല്ല ക്വാളിറ്റിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അത്രയും നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് നേരം നമ്മൾ നോക്കിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് എടുത്താണ്. അതിന് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ റെഫർ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് നൽകുന്നത്. പിന്നെ ചില ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ കീയിൽ തെറ്റുകളുണ്ട്. അത് എനിവേ ആൻസർ കീയിൽ വരുന്ന തെറ്റുകൾ അത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ചിലത് ഞാൻ തിരുത്താറുണ്ട്, ചിലത് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽ പെടുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യണം. ഓക്കെ, കാരണം അത് നമുക്കിപ്പോൾ ഗ്രൂപ്പിൽ അറിയിക്കാമല്ലോ, ഇന്ന ക്വസ്റ്റ്യൻസ് തെറ്റുണ്ട് എന്നുള്ളത് അറിയിക്കാമല്ലോ. ഓക്കെ, പിന്നെ 240 വരെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 236 എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ബ്രേസിങ്, വെൽഡിങ്, കാസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ ഉണ്ടാവേണ്ട ഒരു എസെൻഷ്യലായിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടി ഏതാണെന്നുള്ളതാണ് ഫ്യൂസിബിലിറ്റി. കാരണം ഇതെല്ലാം ഉരുകേണ്ടതാണ്, അപ്പോൾ ഫ്യൂസിബിലിറ്റി ഇല്ലാതെ പറ്റില്ല. അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോവിങ് റേസ് നോട്ട് പ്രൊഡ്യൂസ്, അവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയാമോ? നോട്ട് പ്രൊഡ്യൂസിങ് എന്നുള്ളതാണ്. നോട്ട് ചെയ്യണം കേട്ടോ, നോട്ട് പ്രൊഡ്യൂസിങ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ ഫിഗർ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആണ്. ഫിഗർ എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കേ, ഐഡന്റിഫൈ ദ ക്യാരക്ടേഴ്സ് ഓഫ് ഫ്ലെയിം ഷോയിങ് ഫിഗർ. ഇത് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു മിഡിൽ ഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അസറ്റിലിൻ ഫ്ലെയിം ആണ് ഇത് എന്നുള്ളത്. അസറ്റിലിന്റെ പ്രത്യേകത, അസറ്റിലിൻ എന്ന് പറയുമ്പോൾ കാർബോക്സിലിൻ ഫ്ലെയിം, അതായത് ഓക്സിജനേക്കാളും കൂടുതൽ എന്താണ്, അസറ്റിലിനാണ്. ഓക്സിജനും അസറ്റിലും ഈക്വൽ അളവാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഫ്ലെയിം ആണ്. ഓക്സിജൻ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. അസറ്റിലിനാണ് കൂടുതലെങ്കിൽ അതിന് എന്താണ്, കാർബറൈസിങ് ഫ്ലെയിം എന്നാണ് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ഓരോന്നിന്റെയും യൂസും പഠിച്ചു. എന്താണ് കാർബറൈസിങ് ഫ്ലെയിമിന്റെ യൂസ്? ജസ്റ്റ് തിങ്ക്. ഇപ്പൊ നിങ്ങൾ തിങ്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ടിൻഡേ വെൽഡിങ് അല്ലെങ്കിൽ സ്റ്റെലൈറ്റ് വെൽഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി 239 എന്ന് പറയുന്നത്, ഇൻ ദ കോട്ടിംഗ് ഓഫ് ഇലക്ട്രോഡ് വെൽഡിങ് മൈൽഡ് സ്റ്റീൽ ആൻഡ് ലോ അലോയ് സ്റ്റീൽ ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഗ്യാസ് ഷീൽഡ് വിത്ത് റെഡ്യൂസിങ് ഏജന്റ്. അതിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മടിയാണ്, വായിക്കാൻ മടിയാണ്, അതുകൊണ്ടാണ്. 240 ടെമ്പറേച്ചർ ഓഫ് ഹോട്ട്നെസ് ഓഫ് വർക്ക് പീസ് ഇൻ എ ഫോർജ് എഡ്ജ്ഡ് അപ്രോക്സിമേറ്റ്ലി ബൈ, എന്താണ്, കളർ അടിസ്ഥാനപ്പെടുത്തിയല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ 10 ചോദ്യങ്ങൾ. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ അപ്പോൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി, വെൽഡറിന് മെസ്സേജ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ഓരോ ദിവസവും 10 ചോദ്യങ്ങൾ വീതം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എക്സാം വരെ 10 ചോദ്യങ്ങൾ വീതം ഇങ്ങനെ പഠിച്ച് പോകുമ്പോൾ എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു ഭാരം നമ്മൾ അറിയുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നു. എന്ത് രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. സോ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. ഫുൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.